ഞാൻ നിങ്ങളെ ഇപ്പോ ഒരു ഡാൻസ് കാണിക്കാം. ഈ ഡാൻസ് നിങ്ങളെ എത്രത്തോളം സന്തോഷിപ്പിക്കുന്നുണ്ടെന്ന് ഒന്ന് കണ്ടിട്ട് പറയും. എത്ര സന്തോഷമുണ്ട്. ഇങ്ങനെ കുട്ടികളുടെ മുഖം പോലും കാണാത്ത രീതിയിൽ മൊത്തമായിട്ട് മൂടിയിട്ട് ഡാൻസ് എന്ന പേരിൽ ഈ കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ സത്യത്തിൽ നിങ്ങൾക്ക് സന്തോഷമാണോ തോന്നുന്നത് എന്ന് തന്നെയാണ് ഞാൻ ചോദിച്ചത്. മതത്തിന്റെ പേരിൽ ഇത്തിരി പോകുന്ന കുട്ടികളെ വരെ ഇത്തരത്തിൽ കോമാളി വേഷം കെട്ടിക്കുന്നതിൽ നിങ്ങൾ പോസിറ്റീവ് ആയിട്ടാണോ കാണുന്നത്? അതൊക്കെ അവരുടെ അവകാശമാണ് എന്നാണോ പറയുന്നത്? മനുഷ്യന് ഇത്തരത്തിൽ അവകാശമൊന്നും ഇല്ലേ എന്നാണ് എന്റെ ചോദ്യം. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് യു പിയിലേക്ക് നോക്കൂ എന്ന് പറയുന്ന ആൾക്കാരെ ഇത് ഉത്തർപ്രദേശിലാണ്. അല്ല, ഉത്തർപ്രദേശ് യോഗി ഭരിക്കുന്നത് കൊണ്ട് മുസ്ലിങ്ങൾക്ക് അവിടെ ജീവിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ. അവിടെ തന്നെയാണ് ഇതൊക്കെ നടക്കുന്നത്. യോഗി ഇതിലൊന്നും ഇടപെടാറില്ല. ഇടപെട്ടാൽ അത് വർഗീയതയാവുമല്ലോ. നിങ്ങളൊന്ന് ചിന്തിക്കൂ, നിങ്ങളൊന്ന് നോക്കൂ. വോക്കിസ്റ്റുകളെ, ആക്ടിവിസ്റ്റുകളെ, ഈ കുട്ടികൾക്ക് എന്തെങ്കിലും അവകാശങ്ങൾ ഉള്ളതായി നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഇവരെങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ഒരു ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? മതത്തിന്റെ പേരിൽ ഒരു പശുക്കുട്ടി ജനിക്കുമ്പോൾ തന്നെ അതിന്റെ മൂക്കിലേക്ക് കയറിടുന്നത് പോലെയാണ്. അതിന് ഇച്ചിരിയൊക്കെ ബോധം വരുമ്പോൾ അതിന്റെ വിചാരം ഇത് ഞാൻ ജനിച്ചപ്പോ എന്റെ കൂടെ കിട്ടിയ ഒരു ബോഡി പാർട്ടാണെന്നാണ്. കാട്ടിൽ ജനിക്കുന്ന ഒരു പശുവിനെ സംബന്ധിച്ചിടത്തോളം ഇതില്ല. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അവിടെ സ്വാതന്ത്ര്യം എന്നൊരു സംഗതി ഹനിക്കപ്പെടുന്നുണ്ട്, അതിവിടെ ഹനിക്കപ്പെടുന്നില്ലേ? നാളെ കേരളവും ഈ നിലയിലേക്ക് വരണമെന്നാണ് തട്ടത്തെ സപ്പോർട്ട് ചെയ്യുന്ന, ഹിജാബിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എവിടത്തും നമ്മുടെ നാട്, എവിടത്തും നമ്മുടെ തലമുറ. അത് അനുവദിക്കാമോ?